മനസ്സിൽ ഭയങ്കരങ്ങള് എങ്ങനെയാണ് ഇന്നത്തെ എളുപ്പിക്കാൻ അത്രയും ആളുകൾ എത്ര ആളുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ 79 പേരുണ്ടായിരുന്നു ഇവിടെ ക്ലാസ് 79. ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ കൊണ്ടുവന്ന ഓടിച്ച് ഞാൻ എനിക്ക് ജോലി വേണ്ട ഒന്നും ആ 79 എണ്ണത്തിന് സൈലന്റ് ആക്കി നിർത്താൻ തന്നെ ശരിക്കും നല്ല പ്രശ്നം. പക്ഷെ നിങ്ങൾ എങ്ങനെ ഇരുന്ന് തന്നു എന്നുള്ള ഇപ്പോഴേക്ക് അത്ഭുതം. നല്ല പിള്ളേരായിരിക്കും എല്ലാം. ഇപ്പൊ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പ്രശ്നമായിരിക്കാം, എനിക്കറിയില്ല. ഇപ്പൊ കുട്ടികളോട് പറഞ്ഞാൽ അത് കേൾക്കില്ല. ഇപ്പൊ ഞാൻ എന്റെ ചെറിയ മോനോട് ഞാൻ നോക്കിയാൽ ലീവാക്കരുത്, അജയ് മാഷാണ് കണക്കെടുക്കാൻ പോകാൻ പറയാൻ കൂടിയത്. പറഞ്ഞ ഒറ്റ വാക്കാണ്, അയാളോട് പോകാൻ പറയാം. ഒരു പ്രശ്നമില്ല. ഞാൻ പിന്നെ ഓടി നിൽക്കട്ടെ. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോ അത് ആരോടും പറയൂല, ഒരു പ്രശ്നമില്ല. അത് ഞമ്മക്ക് അനുഭവത്തിന് ഞാൻ പോരുന്ന സമയത്തൊക്കെ ഇങ്ങനെ അനുഭവിച്ചു വന്നാണ്. അവസാനം പിന്നെ കുട്ടികളുടെ സ്വഭാവം വളരെ മാറി. കുട്ടികൾക്ക് ടീച്ചർ എന്നുള്ളൊരു പ്രശ്നേ അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പണ്ട് നിങ്ങളൊക്കെ മുട്ടായി തന്നെ പോകുമ്പോഴും അതുപോലെ തന്നെ പല ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ടീച്ചർമാർക്ക് അതുപോലെ ടീച്ചർമാരെ കൊണ്ട് ഈ മറ്റേ ഫോട്ടോഗ്രാഫ് എഴുതിക്കുന്ന പരിപാടി. ഇപ്പൊ പരിപാടി എന്താ പറയുക, ഒരു തമ്മിലെ എഴുതിക്കുക. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് എഴുതിക്കുക, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് എഴുതിക്കുക. ടീച്ചർ പോണേ പോട്ടെ, ആരാ ടീച്ചറോട് എഴുതിക്കുക. പക്ഷെ നമ്മളിപ്പോഴും എവിടെയാണ് പടച്ചോലെ വെല്ലുവിളിച്ചിട്ട് പടച്ചോലെ മുകളിലാണ്. ആ ഒരു ദുരന്ത വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടതാണ് പഴയ ഇതൊക്കെ പടച്ചോ പണ്ട് കാണിച്ചത് ഒക്കെ ഓരോ സിഗ്നൽ, കാറ്റും വെള്ളം, അതുപോലെ തന്നെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചത് ഒരു ഇടിമുഴക്കം കൊണ്ടാണ്. അതാ ഇടി വെട്ടിയാൽ മരിക്കുന്ന ഒരു മിനിറ്റ് ഇടി വെട്ടുള്ളൂ, ഒരു 5 മിനിറ്റ് വെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? 5 മിനിറ്റ് വെട്ടിയാൽ നമ്മുടെ ചൂടൊക്കെ അടച്ചു പോകും, കണ്ണ് കാണാറാവും, എല്ലാവരും കെട്ടിപ്പറക്കി വീഴാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ അള്ളാന്റെ ആയത്തുകൾ അള്ള പല സ്ഥലത്തും ഇങ്ങനെ കാണിച്ചത്. മൊത്തം മുഹമ്മദ് നബിയുടെ സമുദായത്തെ നശിപ്പിക്കില്ല എന്ന് നബിക്ക് വാക്ക് കൊടുത്തു. അതുകൊണ്ട് നമുക്ക് കുടിക്കുന്നവർക്ക് സമാധാനം. നമ്മളെന്താ അല്ല മൊത്തം നശിപ്പിക്കില്ല അല്ല, എവിടേക്കൊക്കെ ഇങ്ങനെ കാണിച്ചത് സൈഡിൽ ചെല്ലുക ഒരു സിഗ്നൽ, ഇത് നാളെ ഇനിയും സംഭവിക്കുക എന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം കൊടുക്കണം. അങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് നന്നാവട്ടെ പ്രാർത്ഥിക്കണം. എല്ലാം ചെയ്യും. ജീവിച്ചിരിക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനുണ്ട്. ഒരാൾ 16 ആൾ പോയത്, 13 ആൾ പോയത്, എന്ത് കഷ്ടത! എന്നിട്ട് കാണാതെ 16 ആരെയും കണ്ടോ? പത്രത്തിൽ 16 ആൾ പോയിട്ട് ഒന്നിനും കിട്ടാത്തത്. അപ്പൊ അന്ന് എവിടെയെന്ന് വെച്ച് നമുക്ക് ചടി വാരിയിട്ട് കിട്ടുന്നില്ല. നിങ്ങള് എന്ത് ചെയ്യും? നിങ്ങള് പഴയ ജീവിതം പോലെ തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ ജീവിച്ച് സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുക. അപ്പോഴേ നമുക്കും സന്തോഷം ഉണ്ടാവുള്ളൂ, ഈ നാടിനും സന്തോഷം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും നന്മ ചെയ്യാണ്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക. അതല്ലേ എൻ്റെ ലക്ഷ്യം. ഉപദ്രവിക്കാതിരിക്കുക, നന്മ ചെയ്യുകയും ചെയ്യുക. അത്രയും നമുക്ക് ജീവിച്ച് ചെയ്യാവുള്ളൂ. പിന്നെ പ്രാർത്ഥിക്കുക. അപ്പൊ അള്ളാഹ് എല്ലാം ശരിയാക്കി. ഈ പ്രാർത്ഥിച്ച് അന്ന് കിടന്നുറങ്ങിയാൽ അവസ്ഥ ശരിയായി. അല്ലോ പ്രാർത്ഥിച്ച് തടവി കിടന്നുറങ്ങിയാൽ സുഖമായിട്ടാണ് വെച്ചിട്ടുള്ളത്. മറ്റുള്ള നിലക്കാണെങ്കിലോ അങ്ങനെ പോയി. അതായത് നമ്മളൊന്നും പറയണ്ട, പോയവര് ചിലപ്പോ അള്ളാഹ് മൊത്തം പുറത്തുവിട്ടുന്നു വരാം. ഈ ദുരന്തത്തിന്റെ കാരണമായിട്ട് അങ്ങനെ പുറത്തു വിട്ടിട്ട് അവരെ സ്വർഗഭൂഗാവനത്തിൽ പ്രവേശിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മളെ ഈ ലോകത്ത് ഇവിടെ പറയുമ്പോ ഈമാനോട് ഇവിടെ പറയാം, എന്ത് കച്ചറ വെച്ചാലും അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ എന്റെ പ്രാർത്ഥനയെ കുറച്ചൊക്കെ അതാ പറയുന്നത്. കുറച്ചൊക്കെ എന്ത് കുട്ടികൾ വെച്ചാൽ അവസാനം പോകുമ്പോൾ ഈമാൻ പറയാം. അതിനൊക്കെ നമുക്ക് പറയണം. മനുഷ്യരാണല്ലോ, മനുഷ്യന് തെറ്റുപറ്റായിട്ടാവില്ല അല്ലേ? ആ യൂസുഫ് പറഞ്ഞ് മനസ്സിങ്ങനെ തെറ്റിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സ്. അപ്പൊ തെറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല. ഏത് വയസ്സായാലും തെറ്റ് ചെയ്തു പോകും ഓരോ സന്ദർഭങ്ങൾ. അപ്പൊ നമുക്ക് നമ്മളെ പ്രാർത്ഥന പെടുത്താൻ പക്ഷേ തെറ്റൊക്കെ ചിലപ്പോൾ വന്നു പോകും മനുഷ്യനാണ്. പക്ഷെ അവസാനം കൊണ്ട് പോകുമ്പോൾ ഈവാനോട് കൂടി പോകാനുള്ള ഒരു അവസ്ഥ. ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള 5 കുട്ടികളല്ലോ.
ആദരവ് ഒരു അവാർഡ് അവാർഡ് കൊടുക്കുന്നത് 5 പെൺകുട്ടികൾ മഹാഭാഗ്യവതിയാണ്. ഒന്ന് കയ്യിൽ മഹാഭാഗ്യവതി പറഞ്ഞത് 3 പെൺകുട്ടികളല്ലേ 2 പെൺകുട്ടികളെ വളർത്തി അവരെ ഒരു ആണിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ വാപ്പിന് സ്വർഗമാണ്. അപ്പൊ 5 ആൾക്കാർക്ക് ഒക്കെ ജന്നാത്തിൽ അല്ല കണ്ടോ 6 ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ആരാളുള്ളത്. അപ്പൊ 5 എഴുതുന്നുള്ളൂ. രണ്ടാമതുണ്ടായ കൂടൗട്ടായി, മൂന്നാമതുണ്ടായ കൂട്ടാറുണ്ട്. സംഭവിച്ചത് നമ്മളാണ് ആ ഭാഗത്ത്. പെണ്ണുങ്ങൾ ഒന്നാട് വണ്ടി നോക്കുമ്പോ പെൺകുട്ടിയാണ് വേറെ അംഗവൈകല്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പെണ്ണിന് പ്രശ്നമോ ഒരു പ്രശ്നമില്ല. ഭയങ്കര ആർക്ക് ചെന്ന് ചോദിച്ചു നോക്കുമ്പോ മൂന്നാമത് പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾ എത്ര ഉണ്ടായാലും ഈസി ആയിട്ട് കല്യാണം കഴിച്ചു. അങ്ങനെയാണ് അമ്മ അങ്ങനെയാണ് കണക്കാക്കി വെച്ചത്. ഒരു പേടി പേടിക്കണ്ട. അപ്പോ ഈ രൂപത്തിലാണ് പറഞ്ഞൊക്കെ 4 ചോദിക്കണം. 4 ആരാള് 4 ആള് 2 3 4. ഓക്കെ. അപ്പൊ അതൊക്കെ സന്തോഷകരമായി തന്നെ നമ്മൾ എത്ര 120. ശരി. മറ്റേ ആളോട് അപ്പൊ 118. മറ്റേ വേറെ അപ്പൊ പിന്നെ അപ്പൊ 115 കണ്ട ഒരാളുണ്ടാവും ഒരു മാസം. അപ്പൊ നമുക്ക് 5 ആളെ കിട്ടണം. 118 പറഞ്ഞാൽ അപ്പൊ 2 ആളും കൂടി കിട്ടണം അല്ലേ? ശരി. ഓക്കെ. നിങ്ങളൊന്ന് എണ്ണിയോ? ഒക്കപ്പിനാത്തിലല്ലേ എണ്ണിട്ട് ഒറ്റ ഒന്നും ശരിക്കണം. എവിടെയാണ് കുട്ടികൾ പൊക്കവണ വെച്ചിട്ട് ഇങ്ങനെ 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 പല കോലത്തിനെ കിടന്നു എല്ലാത്തിനും എണ്ണിയായിട്ട് പല നമ്പറെ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. നിങ്ങൾക്ക് നല്ല ലെവലില്ല ഞങ്ങൾക്ക് മനസ്സിലായി. ജോലി കറക്റ്റ് മനസ്സിലാട്ടോ. ഇതടിച്ച് കിടന്നുറങ്ങുകയാണെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഒറ്റൊന്നും എണ്ണ അറിയില്ല. മാഷിമാരെ കുറിച്ച് ഫുള്ള് അവിടെ ആ സിറ്റി കൺട്രോൾ ഓഫീസിൽ അവിടെ കൊണ്ടായിരുന്നു കുറെ നേരം. അപ്പൊ നിങ്ങൾക്ക് എത്ര പോരായിട്ട് ഇവിടെ പറഞ്ഞിട്ട് പോയാൽ ഒക്കെ ആകെ ബേജാറ്. തിരുവനന്തപുരത്ത് അന്നത്തെ പോലീസുകാരല്ലേ ഭയങ്കര പേടിപ്പിക്കല. പേടിപ്പിച്ചിട്ട് അന്ന് രാശേര മാഷുണ്ട്, അതുപോലെ തന്നെ വേറെ പല മാഷന്മാരുണ്ട്, ടീച്ചർ മാഷുണ്ട് ഒക്കെ ഉണ്ട്. എന്തിനു പറയുന്നത് ഒരു കുറെ ശില്പായി അവസാനം പറഞ്ഞ് നിങ്ങൾ ശരിക്കും 2 ആളെ നല്ല ബോധമുള്ള 2 പോയി എണ്ണിപ്പോയി. ബോധമുള്ള ആളെ എണ്ണി പോകുന്നത് കുറവല്ലേ, 1 2 കുറവ്. അവസാനം പോലെ സമ്മതിച്ച് പറഞ്ഞു കുട്ടിനെ ഇങ്ങനെ വരുന്നുണ്ടായി ഉള്ളിൽ. എങ്ങനെ അലിച്ചെങ്കിൽ ഒരു കുട്ടി ഇല്ലാതെ തിരിച്ചു വരുമ്പോ പാളച്ചിട്ടേ പുറത്ത്. അല്ലെങ്കിൽ പണ്ട് സീനിവാസ് ഡിസ്കഷൻ പോയി പാഞ്ഞിട്ട് എവിടേക്ക് പാഞ്ഞു കഴിഞ്ഞത് അടിയൊക്കല്ലേ. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു എവിടെയും ചോദിച്ചിട്ട് ആഗ്രഹമില്ല. അങ്ങനെ ഒരു കുറേ ക്ലാസ് എടുത്ത് കുട്ടിനെ ഏൽപ്പിച്ചു. അന്ന് ഒത്തര ഇപ്പൊ എന്താ സംഭവം അറിയോ? പിന്നെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോ എല്ലാരും കിടത്ത് നോക്കിയപ്പോ കുറച്ച് ആൾക്കാർ സിനിമക്ക് എന്തൊരു കാറ്റാണ്. അതാ പറയും കുട്ടികളുടെ സ്വഭാവമാണ്. അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാണാൻ എന്നിട്ട് ഒന്നും തരും. അതല്ല രസം. സിനിമക്ക് പോയി സിനിമ കണ്ട് പോലും തരില്ല. 5 ആൾ പോയി 4 ആൾ പോകും. മറ്റോ അവിടെ കിടന്നു സിനിമകളുടെ സീറ്റിൽ കിടന്നു. ഇവർ അറിയില്ല. ഇവര് പൊതുവിൽ കിടന്നു. പിന്നെ ഇവൻ സിനിമകളിൽ ഇറങ്ങിയാണ് അങ്ങനെ നടക്കുക. റെയിൽവേ പിന്നെ ഇതിലെ ട്രാക്ക് കൂടെ അതിൽ ആരോ രക്ഷിതാവ് കണ്ടിട്ട് പിടിച്ചാടെ കൂടെ ഒരു നായി വെതർ കൂടിയപ്പോ പനിപ്പെട്ട പാലക്കാട് എന്ത് സംഭവിക്കുന്ന ആലോചിച്ചിട്ട് ഇപ്പോഴും പിന്നെ മറ്റേ സീനിയറിനെ കോൾമേൽ കൊണ്ടു. അതാണ് അവസ്ഥ. അപ്പൊ ഇതൊക്കെ ഈ കുട്ടിപ്രായത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോ ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവും ഒരുപാട് രസകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ സംഭവിച്ചത്, മറ്റൊക്കെ തോന്നിയത്. പണ്ട് ആരോ ഓപ്പോസിറ്റ് അതേമാതിരി പല അനുഭവങ്ങളുണ്ട്. ഷംസുവിന്റെ ഓർമ്മ ഉണ്ടാവും. നിങ്ങളൊരു ഹദീസ് ഓതും അപ്പൊ ഷംസ് എണീറ്റ് പോകും. ഇമാം നവവിയുടെ 40 ഹദീസ് പഠിക്കില്ല. കയ്യട്ടിലെ നെഞ്ഞത്താ നിങ്ങൾ പറയും അപ്പൊ ഷംസ് എണീറ്റ് പോകും. അന്ന് ശരിക്കും നമ്മള് പിന്നെ ധൈര്യമായിട്ട് പറയാമായിരുന്നു. ഇന്നിപ്പോ അത് പറ്റില്ലല്ലോ.
ഇന്നും പറഞ്ഞാൽ മാസം ഒരു കുട്ടികളുണ്ടോ പണ്ട് കുട്ടികളെ തിരിച്ചുകൊള്ളു മാസം അവിടെ ഉണ്ടാവും പക്ഷെ ഇത് പിടിച്ചിക്കായി അതുകൊണ്ട് അതിന് നഷ്ടപ്പെട്ടു എല്ലാം എന്താ പറയാ എല്ലാം സ്കൂളിലാണ് ഇനിയിപ്പോ കോളേജ് അവസ്ഥ അറബി കോളേജാണപ്പോ നല്ല ആർട്സ് കോളേജ് അപ്പൊ എന്നോട് ഒരാൾ ഈ അറബി കോളേജിന്റെ അവസ്ഥ പറയുമ്പോൾ എന്നോട് ഒരാൾ അറബി കോളേജ് ഭയങ്കര ഭക്തിയല്ലേ ഞാൻ അവിടെ ഇതൊക്കെ പഠിപ്പിക്കണം ഖുർആൻ ഹദീസ് ഈ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കൂർ എങ്ങോട്ട് ഇറങ്ങിയിട്ടല്ല ഒരിക്കലും കഴിഞ്ഞു സീറ്റോ കൊണ്ടേ അതിന് ഉള്ളിൽ കൊണ്ടേ കാണിച്ചു കോളേജിലെ പെൺകുട്ടികളാണ് വ്യക്തിന്റെ തല മറ്റൊരാളെ പഠിക്കില്ല ഞാനത് നിങ്ങളോട് പറഞ്ഞത് നമ്മളെ കുട്ടികള് ഭയങ്കരാണ് നമ്മളെ അറബി കോളേജിലാണ് ഓക്ക് പുതിയാപ്പുഴ നല്ല താടികളായിക്കോട്ടെ കുട്ടികളെ നമ്മൾ നോക്കി ഭയങ്കര നിങ്ങളെ കണ്ടുവിട്ടാൽ കുട്ടികള് ആൺകുട്ടികളോട് അപ്പൊ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ പോകുന്നതല്ല ഉക്രൈനിൽ അവിടെ യുദ്ധം നടത്തുമ്പോഴാണ് എന്താ അറിഞ്ഞാല് ചാനലിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ഇവിടെ നല്ല സുഖമാണ് ആരാ പറയാ മലയാളത്തിൽ നമ്മൾ ഉക്രൈനിൽ എവിടെ ലോകത്തിന്റെ പിന്നെ നിക്ക് പോയാൽ മലയാളികളുണ്ടാണ് പഠിക്കാൻ കുട്ടികൾ നല്ല മക്കളെ ഒരു പേടിയില്ല ഉക്രൈനിലായാലും റഷ്യയിലായാലും കാനഡയിലായാലും ബ്രിട്ടനിലായാലും അമേരിക്കയിലായാലും കുട്ടികൾ ധൈര്യമായി ഒറ്റയ്ക്ക് പോകും ഞാൻ പോകുന്നത് ഇപ്പൊ തന്നെ പറയാൻ തുടങ്ങിയത് എന്റെ മോളെ കുട്ടികൾ ഓക്ക് എവിടെ പോകണ്ടേ കാനഡയിൽ ഓള് 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ അപ്പൊ 1ാം ക്ലാസ് ആയിട്ട് ഓക്ക് നേരെ പോകണമെന്നാണ് അപ്പൊ ഓർക്ക് പേടിയില്ല അഥവാ പോയാൽ എന്ത് ചെയ്യും പോയാൽ പക്ഷേ കഴിയും ഒരു കുട്ടി പോയി നിൽക്കുക ഓളെ ചങ്ങാഴ്ചകളോടെ അവിടെ പോയി ഈ ലോകം അവിടെ എത്തി നിൽക്കും അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങുന്നറിയോ അലിഫിൽ നിന്ന് തുടങ്ങും എന്നാലേ ഞാൻ കുട്ടികളെ പിടിച്ചാൽ കിട്ടുള്ളൂ കുട്ടികളൊക്കെ എത്രയോ ഉയർന്ന് ചിന്തിക്കണം നിങ്ങളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് അറിയാം അതിനെ പറ്റി ഇത് എപ്പം ഈ റിട്ടയർഡ് ആയതിനു ശേഷം അത് കൊണ്ടുനടക്കാൻ തുടങ്ങി അതുവരെ ഞാൻ ഇത് ഉപയോഗിച്ചില്ല സ്കൂട്ടർ ഉപയോഗിച്ചു സ്കൂട്ടർ പിന്നെ അതിന് 2 കൊല്ലം മുമ്പ് ആരോ പറഞ്ഞ് കാലിന് കൂട്ടിന്റെ വേദന തുടങ്ങി സ്കൂട്ടർ എടുത്തോളാം പ്രശ്നമില്ല അങ്ങനെ എടുത്തോ ഇത് ഞാൻ ഉപയോഗിക്കാത്ത സാധനം പിയനൊക്കെ അന്ന് ഭയങ്കര ആളായിരുന്നു ഞാനൊക്കെ പിയനെ ഭയങ്കര ബഹുമാനത്തോടെ കണ്ടി ഈ സാധനവും കമ്പ്യൂട്ടറൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ പേടിയും അല്ല പിയന് പറഞ്ഞല്ല അത് വെക്കല്ലേ വെക്കല്ലേ ഇത് നെക്ക് അത് നെക്ക് ഇങ്ങനെ അവര് ക്ലാസ്സൊക്കെ ആശമാർക്ക് കമ്പ്യൂട്ടർ എങ്ങനെ തുറക്കാം എങ്ങനെ തുറക്കാം എങ്ങനെ അതില് യൂസ് ചെയ്യാനല്ല വർക്ക് ചെയ്യണതല്ല എങ്ങനെ തുറക്കാം 10 ദിവസം ഞാനത് ഇത് എന്ത് ചെയ്യും ഇനി എല്ലാ ക്ലാസ്സുകളും കമ്പ്യൂട്ടറും ഒക്കെ തന്നെയാണ് ഞാൻ ഇതിന്റെ ബേജാറൊന്നുമില്ല പക്ഷെ പിന്നൊന്നും പറ്റിയിട്ടുണ്ട് കുറെ കാലം അങ്ങനെ പോയി അത് തണുത്തു പോയി അവിടെ രക്ഷപ്പെട്ടു അതാണ് നമ്മള് കുട്ടികളെവിടെ ഇത് എന്തെങ്കിലും ആയിപ്പോയാൽ എനിക്കിതൊന്നും ചെയ്യാനില്ല ഞാൻ എന്റെ ചെറിയ കാര്യം മോൻ എന്താ ഒരു സെക്കൻഡോട് എന്താ കിടക്കാതെ ഈസി നമ്മൾ അത്ഭുതപ്പെട്ടു എന്താ ചെയ്യേണ്ടത് അപ്പോ ലോകം അവിടെ എത്തി നമ്മളെവിടെയാണ് നിങ്ങളിപ്പോ പണ്ട് മദ്രസ പഠിച്ച അതേ അവസ്ഥയിലാണ് അവിടെ നിങ്ങൾ വിടണം എന്നാലേ നമ്മളെ കുട്ടികളെ നമ്മളെ കയ്യിൽ ഒടുങ്ങി കിട്ടും അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഉയർന്ന് ചിന്തിക്കണല്ലോ ഓര് പറഞ്ഞ വരച്ച് ഉണ്ടാകും അതൊക്കെ പത്രമൊക്കെ മതി എന്ന് പറയുന്ന കുറച്ച് പോലെ നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവർക്ക് എത്തിക്കുക നമ്മളെ പണ്ട് രാജമാസ സ്വഭാവം രാജമാസ ഭാഷ ഷാബിനിയും നമുക്ക് എടാ സ്വാതന്ത്ര്യത്തിനൊക്കെ ഒന്ന് കൊണ്ടാടേണ്ടിയിരുന്നല്ലോ എന്നാ ചെയ്യാ എന്ന് ചോദിക്കും അപ്പൊ എല്ലാവരും കൂടി അഭിപ്രായം അങ്ങനെ വേണ്ട സാർ ഇങ്ങനെ വേണ്ട സൗകര്യം ഉണ്ടാകുന്നത് മൂപ്പര മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും അവസാനം പറഞ്ഞു ഇങ്ങനെ ആക്കിയാലോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ അവസാനം മൂപ്പരാൻ എല്ലാരും ഭയങ്കരപ്പെടെ വെട്ടും കുത്തും അങ്ങനെ വേണ്ട ഓ പറഞ്ഞാൽ വേണ്ട മറ്റോ പറഞ്ഞാൽ വേണ്ട വെറുതെ വേണ്ട വേണ്ട ഭയങ്കരമാക്കി മൂപ്പര് വളരെ കൂളായി പറഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞു അപ്പോ നിങ്ങളൊക്കെ എന്നാ ചർച്ച നല്ല ചർച്ച ചെയ്തു വളരെ ഉഷാറായി പലരും പറഞ്ഞു വളരെ ഇഷ്ടമായി എന്നാ പി എൻ അങ്ങനെയല്ലേ പി എൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പി എൻ അവിടെ ഇരുത്തു അല്ല ഒറ്റപ്പിടിക്കുന്ന പോലെ പോകുമ്പോൾ എന്നാ പി എൻ അങ്ങനെയല്ല പി എൻ മറ്റോലെ എന്നാ കെ വി എന്നാ പറയുന്നു കെ വിനെ അവിടെ ഇരുത്തി അവസാനം മൂപ്പരൊരു അഭിപ്രായം പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആക്കിയാലോ അങ്ങനെ ആ ഒരു ഏർപ്പാടാണ് നല്ലത് എന്താ പറയുക കുട്ടികൾ പറയുമ്പോൾ നമ്മൾ കേൾക്കാതെ നല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓലെ കൂടെ പോയിട്ട് നമ്മളെ വെച്ചോട്ടേക്ക് നീക്കണം നമുക്ക് ഇങ്ങനെ ആക്കിയാലോ എന്നുള്ള നിലക്ക് അവരെ കൊണ്ടുപോയി ചിലത് കിട്ടുണ്ടോ ചിലത് ഉച്ചാക്കില്ലാന്ന് വരും
എന്ത് വലിയ കുരുത്തക്കെട്ടുണ്ടോ നിങ്ങളെക്കാട്ടും കുഴപ്പമല്ലോ, അത് നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും നമ്മളെ ഈ കൂട്ടായ്മ വളരെ എന്താ പറയാ രസകരമാണ്, വളരെ എന്താ പറയാ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലാർഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ കൂട്ടായ്മക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട്. ഞാൻ ഈ വാട്സാപ്പ് നോക്കുമ്പോൾ മനസ്സിലായിട്ട് ഈ ഗെറ്റ് ടുഗദർ രക്ഷിതാക്കൾ ഇപ്പൊ സമ്മതിക്കുന്നില്ല. അല്ല വല്യമാരായതല്ല, ആ കെട്ടി പുരാപ്പണ്ട ഒഴിവാക്കി വേറെ പുരാപ്പണ്ട കൂടെ പോവുകയാണ്. അതായത് നിങ്ങൾ മുമ്പേ ആരെയും കൂടെ പോവുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഗെറ്റ് ടുഗദറിൽ പോകണ്ട, ഭയങ്കര ബലക്കാണ് പോയാൽ അന്നെ എനിക്ക് നഷ്ടപ്പെടുന്നില്ല. അവർക്ക് എത്താൻ ഉള്ള പല ഗെറ്റ് ടുഗദറും നടക്കുന്നു. ഇത് അങ്ങനെയാണെന്നല്ല പറഞ്ഞു. അങ്ങനെ ആവാതിരിക്കട്ടെ. നിങ്ങൾ വളരെ എന്താ പറയാ പഠിച്ചോലിൽ നിന്ന് കൂടി കിട്ടുന്ന രൂപത്തിലേക്ക് നീക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ ഏറ്റവും വലിയ പാവപ്പെട്ട വളരെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള ഒരു ഫണ്ടൊക്കെ നല്ലതാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ തൊള്ളോണ്ടെങ്കിലും ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൂടെ പോയിട്ട് അവർക്ക് ഒരു ആശ്വാസം നൽകുക. തടിയോണ്ടോ പൈസ കൊണ്ടോ അല്ലെങ്കിൽ തൊള്ളോണ്ട് പലതും നടക്കുന്നു. അവർക്ക് അത് ചെയ്യുക, കൈയോട് ചെയ്യുന്നവർക്ക് അത് ചെയ്യുക, അതൊക്കെ ചെയ്തു കൊടുക്കുക. നിങ്ങളെ പലരെയും അന്വേഷിക്കണം, ചുഴിന്ന് അന്വേഷിക്കണം. എന്താ അവസ്ഥ, പുതിയാപ്പെടുണ്ടോ, എന്താണ് ഇപ്പോൾ കഷ്ടപ്പാടാണോ, പണിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അവർക്ക് എന്തെങ്കിലും അവർ പറയാതെ എത്തിച്ചു കൊടുക്കുന്നതിന് നിങ്ങളെ കൂട്ടായ്മക്ക് ഒരുപാട് വർത്തമാനം അനുഭവം. അപ്പൊ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ രോഗികളായ ടീച്ചേഴ്സിനെ സന്ദർശിക്കുക, അത് നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ സന്ദർശിക്കുക. ഇപ്പൊ ഈ കൂട്ടായ്മയിൽ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്, ആ കുട്ടികൾക്ക് ഒരു കൂടി പ്ലാൻ ഉണ്ട്. അവർ വണ്ടി നമുക്ക് നമ്മളെ പഠിപ്പിച്ച മാഷന്മാരൊക്കെ സന്ദർശിക്കാനുണ്ടാവും. അത് ചെയ്യാം. അപ്പൊ അത് സന്തോഷകരമായ ഒരവസ്ഥ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത്. പിന്നെ ഒന്നും പഴയ ഇതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ പൊക്കിടുത്താണ് ഈ ഒരുപാട് ഈ ഇത് പറഞ്ഞ് തീർന്നില്ല. അപ്പൊ ഇന്നലെ കണക്ക് നോക്കുമ്പോൾ ഒരുപാട് കമ്മി. ആദ്യത്തെ കണക്ക് പിന്നത്തെ കണക്കായിട്ട് 200 ആളെ കമ്മിയുണ്ട്. അപ്പോ ഞാൻ ഈ പറഞ്ഞോട്ടുള്ള പാട്ടാണ് എല്ലാവരും കൂടി കണ്ടെത്തി. അപ്പൊ പറയാത്ത ലിസ്റ്റിൽ തരാൻ പറയുന്നത്. അപ്പൊ എന്ത് പറയണം? അപ്പൊ നിങ്ങൾ വിളിക്കുന്നവരെ ഞാൻ പറിച്ചില്ലേ. പിന്നെ ബിഎൽ ഇങ്ങനെ 2 പ്രാവശ്യം വിളിച്ചപ്പോ നേരം വെള്ളം പറഞ്ഞ് പാഞ്ഞതാണ്. ശരിക്കും സൂപ്പൊന്നും അല്ലെങ്കിൽ രാത്രി ശരിക്കും വിളിക്കണം. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഒന്നും വിചാരിക്കരുത്. നേരെ ബിഎല് നിങ്ങളെ കൂട്ടായ്മ തുറന്നു പോകട്ടെ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കല്യാണം വരുന്നതിന് ഒരു തടസ്സവും അറിഞ്ഞില്ലേ. നിങ്ങൾ വന്നാലും വരുന്നില്ലെങ്കിലും ഞാൻ അതിൽ സന്തോഷം കൊടുക്കും. നിങ്ങൾ വന്നാൽ ഞാൻ സന്തോഷപൂർവ്വം ചെയ്യും. ഡേറ്റ് ശരി പറഞ്ഞില്ലേ, ശരി ഡേറ്റ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഒരു തടസ്സവും പിന്നെ വിളിച്ചാൽ കൂടും. അപ്പൊ പിന്നെ പലതും ആലോചിക്കുന്നു. അതുകൊണ്ട് ഒന്നായിട്ട് വിളിക്കാതിരിക്കണ അതാണ് അല്ലേ സ്ഥലമോ? അതെ ഓനോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ല. അതുകൊണ്ട് അപ്പോ പിന്നെ വരുന്നതിന് തടസ്സമില്ല. മോസ്റ്റ് വെൽക്കം എല്ലാവരും. പിന്നെന്താ, പിന്നെ കൂടുതൽ ഒന്ന് പറഞ്ഞ് നിങ്ങളെ പിന്നെ എന്താ പറയാ, നിങ്ങള് പിന്നെ ചിലർക്കെങ്കിലും ഉണ്ടാവും ഇത് വെറുപ്പിക്കൽ പരിപാടി. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുന്നത്. പിന്നെ എല്ലാവരും 1000 അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും.